ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടിവെച്ച് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വേട്ടക്കാരെ ന്യായീകരിക്കുന്നതും ഇരകളെ തള്ളിപ്പറയുന്നതും ചെയ്യുന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. ബംഗാളി നടിയുടെ പരാതിയുടെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ലാതിരുന്നിട്ടും പിണറായി സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഉമ്മൻചാണ്ടിയെ വേട്ടയാടുകയായിരുന്നു എന്നും സജി ചെറിയാന്റെ കുറ്റസമ്മതമായി കാണണം. നിയമപരമായ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് കേസെടുക്കില്ല എന്ന് പറയുന്ന മന്ത്രി സ്ഥാനം ഒഴിയണമെന്നും പറയുന്നുണ്ട്. മന്ത്രി നിയമപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രി രാജിവെക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രഞ്ജിത്ത് നല്ല സംവിധായകനാണ്, നല്ല ചിത്രങ്ങൾ കേരളത്തിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ രഞ്ജിത്ത് ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്നാണ് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് എന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞിരുന്നു. രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പവർ ഗ്രൂപ്പിൽ CPM-ന് വേണ്ടപ്പെട്ട ആളുകളുണ്ടെന്ന ഓരോ ദിവസം കഴിയുമ്പോഴും തെളിയിക്കപ്പെടുകയാണെന്നും രാഹുൽ പറഞ്ഞിട്ടുണ്ട്. 1978-ലെ SFI-കാരനാണെന്ന് ഇപ്പോഴും പറയുന്ന ആളാണ് രഞ്ജിത്ത്. അതിജീവിതയെ വേദിയിലേക്ക് കൊണ്ടുവന്ന് കയ്യടി നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്: പരാതി കിട്ടിയാൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പരാതിയെങ്കിലും FIR ഇട്ട് അന്വേഷണം നടത്താൻ തയ്യാറാകണമെന്നും പറയുന്നുണ്ട്. CPM സഹയാത്രികനും CPM തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുമായ രഞ്ജിത്തിനെതിരെ കേസെടുക്കാൻ തയ്യാറാകണമെന്നാണ് പറയുന്നത്. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിന്റെ ഓഡീഷനെത്തിയപ്പോൾ രഞ്ജിത്ത് തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര പറഞ്ഞിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി KPCC അധ്യക്ഷൻ K. സുധാകരനും രംഗത്ത് വന്നിരുന്നു. റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം വെട്ടിമാറ്റിയ സർക്കാരിന്റെ നടപടി കുറ്റാരോപിതരെ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്നാണ് K. സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. രഞ്ജിത്തിനെതിരായ നടിയുടെ ആരോപണം അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ വെട്ടിമാറ്റിയ സർക്കാർ നടപടിയിൽ കുറ്റാരോപിതരായ ഉന്നതരെ സംരക്ഷിക്കാനുള്ള താൽപര്യം പ്രകടനമാണ്. റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ അടർത്തിമാറ്റിയ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സിനിമയിലെ മൂവർ സംഘത്തിന് പങ്കുണ്ടോ എന്ന് പരിശോധിക്കണം. വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടാതെ സർക്കാർ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടണം. K. സുധാകരൻ ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ്: സംവിധായകരും അഭിനേതാക്കളുമായവർ പിണറായി സർക്കാരിന്റെ ഭാഗമാണ്. അവർ മന്ത്രിയും MLA-യും അക്കാദമിയുടെ ചെയർമാനുമായി LDF സർക്കാർ സംവിധാനത്തിന്റെ പവർ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറം ലോകം കാണാൻ പോലും 4.5 കൊല്ലം വൈകിയത് എന്നും KPCC അധ്യക്ഷൻ പറയുന്നത്. പല വെളിപ്പെടുത്തലുകളും ക്രിമിനൽ സ്വഭാവമുള്ളവയാണ്. ഇത്രയും കാലം നിയമ നടപടി സ്വീകരിക്കാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് വീഴ്ചയാണ്. സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺക്ലേവ് എന്ന സർക്കാർ നിർദ്ദേശം പരിഹാസ്യമാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. പരാതി വരുന്നതുവരെ സർക്കാർ കാത്തു നിൽക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറയുന്നു.